ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മളൊരു ഒറ്റ സിംഗിൾ ബ്രാൻഡിന്റെ കുർത്തിയാണ് പിക്ക് ചെയ്തിരിക്കുന്നത്. യെസ്, ഗോസറിക്കി ബ്രാൻഡ്. ഗോസറിക്കി ബ്രാൻഡ് എന്ന് പറയുമ്പോൾ തന്നെ അഫോർഡബിൾ റേഞ്ച് എന്ന് വെച്ചാൽ ഒരു 600 ആ റേഞ്ചിന്റെ ഉള്ളിലുള്ള കളക്ഷൻസ് ആണ് മിക്കതും കാണിക്കാൻ പോണത്. നമുക്ക് ഡെയിലി വെയറിനൊക്കെ ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതല്ല, ഡെയിലി വെയറിനൊക്കെ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ തന്നെയാണ്. ഇനി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് ഈ വലിയ വലിയ പ്രിന്റുകളൊക്കെ പിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ നമ്മുടെ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഞാൻ ഷെൽമി. ഇനി നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോണത് മൊത്തം ആമസോൺ കുർത്തി കളക്ഷൻസ് എന്ന് വെച്ചാൽ എത്നിക് വെയർ കളക്ഷൻസ്. കാരണം സെയിൽ നടക്കുന്നുണ്ട്, അഫോർഡബിൾ റേഞ്ചിൽ ഇപ്പോൾ മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടൈമാണ് കേട്ടോ. ഓഗസ്റ്റ് 6 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് കളക്ഷൻ വെച്ച് തുടങ്ങിയാലോ? ഞാൻ ഇട്ടത് തന്നെ തുടങ്ങാം. ഇതൊരു നല്ലൊരു അടിപൊളി പ്രിന്റില്, പാന്റിലും സെയിം പ്രിന്റ് തന്നെയാണ്, ടോപ്പിലും സെയിം പ്രിന്റ് തന്നെയാണ്. ടോപ്പ് വരുമ്പോൾ സ്ട്രെയിറ്റ് ഫിറ്റിലാണ് ഇത് വരുന്നത്. നടുക്കിൽ ഒരു കട്ടിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓവർ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു ബട്ടന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ബട്ടൺ ഒന്നും ഫങ്ഷനബിൾ അല്ല, ജസ്റ്റ് ഈ ഒരു പോർഷൻ മാത്രം നമുക്ക് ഓപ്പൺ ആയിട്ട് നിൽക്കും. ഇനി നെക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ ചൈനീസ് നെക്കാണ് വരുന്നത്. സ്ലീവ് മുട്ടിന്റെ അവിടെ വരയ്ക്കുള്ള സ്ലീവ് ചെറുതായിട്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനെന്താ പറയാ, പട്ടാൻ സ്റ്റൈൽ ആ ഒരു മോഡലാണ് ഇത് വന്നിരിക്കുന്നത്. ഇനി പാൻറ് നോക്കുകയാണെങ്കിൽ സെയിം പ്രിന്റിൽ തന്നെ വൺ സൈഡ് പോക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ വൈസ് ജസ്റ്റ് സൂപ്പർ. നമുക്ക് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് കംഫർട്ടബിൾ ആ ഒരു രീതിയിലല്ല നമ്മൾ നോക്കണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കിത് ഡെഫിനറ്റ്ലി പിക്ക് ചെയ്യാം. റയോൺ, വിസ്കോസ് റയോൺ മെറ്റീരിയലാണ്, ലാർജ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. ഗോസറിക്കി ബ്രാൻഡിന്റെ ബ്രാൻഡിന്റെ 2 പീസിന്റെ ഒരു കളക്ഷൻ ആണ് കേട്ടോ. റയോൺ മെറ്റീരിയൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇത് ഒരു കോഡ് സെറ്റ് എന്നും പറയാം. കാരണം സെയിം പ്രിന്റിൽ തന്നെയാണ് ഇതിന്റെ ബോട്ടം ടോപ്പ് എല്ലാതും വരുന്നത് കേട്ടോ. ഇനി ഇത് നോക്കുകയാണെങ്കിൽ ബേസ് വൈറ്റ്, അതിൽ ഫ്ലവറിന്റെ ഡീറ്റെയിലിംഗ് ആ കൊടുത്തിട്ടുണ്ട്. ഈ ഫ്ലവർ എന്ന് പറയുമ്പോൾ ഇതിലൊരു 4 ഷെയ്ഡ് വരുന്നുണ്ട്. ഒരു സ്കൈ ബ്ലൂ, വയലറ്റ്, റെഡ്, പിങ്ക്, അങ്ങനെ 4-5 ഷെയ്ഡ് വരുന്നുണ്ട്. ഇനി ഇതിന്റെ റേറ്റ് കേട്ടാൽ ഞെട്ടും. റേറ്റ് വെറും 469 rupees. ഇപ്പൊ സെയിൽ ഉള്ളത് കൊണ്ടാണ് ഈ റേറ്റ് കിട്ടുന്നത്. ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ റേറ്റ് മാറും കേട്ടോ. അപ്പൊ ഇപ്പൊ മേടിക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 6 വരേക്കുള്ളൂ. ഇനി ഇതിന്റെ ഡീറ്റെയിലിംഗ് പറഞ്ഞാൽ ഓവറോൾ ഈ ഒരു പ്രിന്റ് തന്നെ റയോൺ മെറ്റീരിയൽ വൈറ്റ് ആയതുകൊണ്ട് കുറച്ച് സീ ത്രൂ ആണ്. അപ്പോൾ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഇടണം, സ്പെഗറ്റി എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബാക്കി അടിപൊളിയാണ്, റേറ്റ് വൈസ് ഓക്കെയാണ്. ഈ റേറ്റിൽ ഇത് അടിപൊളിയാണ് കേട്ടോ. ഗോസറിക്കി ബ്രാൻഡിന്റെ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജ്. ഗോസറിക്കി ബ്രാൻഡിന്റെ തന്നെയാണ് കേട്ടോ. ഇതും 2 പീസിന്റെ ഒരു കോഡ് സെറ്റ് ആണ്. വലിയ പ്രിന്റ് ആണ് ഇപ്പൊ ട്രെൻഡിൽ നടക്കുന്നത്. അപ്പൊ ആ വലിയ പ്രിന്റ് നോക്കിയിട്ടാണ് പിക്ക് ചെയ്തത്. ഇനി ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓവറോൾ ഈ ഒരു പ്രിന്റ് തന്നെയാണ് റെഡ് ആൻഡ് വൈറ്റ്, ഒരു ക്രീം കോമ്പിനേഷനിലാട്ടോ ഇത് വരുന്നത്. സ്ട്രേറ്റ് ഫിറ്റ് ആണ് വരുന്നത്. അതുപോലെ സ്ലീവ് നോക്കുകയാണെങ്കിൽ 3/4 ആണ്. പ്രത്യേകിച്ച് അങ്ങനെ വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇതിനെ കുറിച്ച് കൂടുതൽ എനിക്ക് പറയാൻ താല്പര്യമില്ല. കാരണം നമ്മൾ ഫോട്ടോയിൽ കണ്ട ആ ഒരു പ്രിന്റ് കാര്യങ്ങളൊന്നല്ല ഇതില് നമുക്ക് റിസീവ് ചെയ്തിരിക്കുന്നത്. കളർ കോമ്പിനേഷനൊക്കെ അതൊക്കെ തന്നെ, പക്ഷെ ഫോട്ടോയിൽ കാണുന്ന ഒരു ഭംഗി കയ്യിൽ കിട്ടിയപ്പോൾ ഇല്ല. പിന്നെ നമുക്ക് പിക്കിൽ എന്ന് വെച്ചാൽ സൈറ്റിൽ പറയുന്നത് ഒരു വിസ്കോസ് റയോൺ മെറ്റീരിയൽ ആണ്. പക്ഷെ നമുക്ക് റിസീവ് ചെയ്തിരിക്കുന്ന ഒരു പോളിസ്റ്റർ, കോട്ടൺ പോളിസ്റ്റർ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. ഇനി ഇത് തന്നെ സെയിം ലുക്കിൽ നമുക്ക് വേറെ ബ്രാൻഡ്സിലും അവൈലബിൾ ആണ്. ഇനി അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയാനായിട്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു 499 ആ ഒരു റേഞ്ചിനാണ് എനിക്ക് കിട്ടിയത്. വേറെ ബ്രാൻഡ്സിൽ സെയിം ആ ഒരു ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത് തന്നെ ഒരു 1000 above റേഞ്ചിൽ പോകുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ അതിന്റെ ഡിഫറൻസ് ഒക്കെ ആയിരിക്കും. പക്ഷെ എന്നാൽ ക്വാളിറ്റിക്ക് മോശമില്ല. നമുക്ക് ഈ ഒരു 499 റേഞ്ചിന് ഇത് ഓക്കെയാണ്. അതും 2 പീസ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി ഇത് സ്ട്രേറ്റ് ഫിറ്റ് ആണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ പ്രിന്റ്. പാന്റ് വരുമ്പോൾ നമുക്ക് സിഗ്സാക് മോഡൽ ആയിട്ടുള്ള പാന്റ് ആണ് വരുന്നത്. ക്വാളിറ്റി കംപ്ലൈന്റ് അല്ല, കേടല്ല. എന്ന് വെച്ചാൽ ക്വാളിറ്റി വൈസും ആ റേറ്റിനുള്ളത് ഓക്കെയാണ്, അത്രേ പറയാനുള്ളത്. വൺ സൈഡ് പോക്കറ്റും വരുന്നുണ്ട് കേട്ടോ പാന്റില്. അപ്പൊ ഇതാണ് കളക്ഷൻസ്. ലാർജ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. ഓൾ ഓവർ നോക്കുകയാണെങ്കിൽ ഒരു ഒറ്റ ലുക്കില് അടിപൊളി. ഗോസറിക്കി ബ്രാൻഡിന്റെ 2 പീസിന്റെ കളക്ഷൻ കോഡ് സെറ്റ് എന്ന് പറയാൻ വേണമെങ്കിൽ, കാരണം സെയിം പ്രിന്റിലാണ് ഇപ്പൊ പാന്റും ടോപ്പൊക്കെ അടിച്ചു വരുന്നത്. അപ്പൊ ഇപ്പൊ ട്രെൻഡ് കോഡ് സെറ്റ് ആണ്. ഇനി കോഡ് സെറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഗോസറിക്കി ബ്രാൻഡിന്റെ ലാർജ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. ഇത് കുറച്ച് ഡിഫറെന്റ് ലുക്ക് അല്ലേ. ഇക്കത്തിന്റെ പ്രിന്റ് ഏതൊരു പെണ്ണുങ്ങളും ഇഷ്ടപ്പെടുന്നത്. അതും കളർ വൈസ് നോക്കുകയാണെങ്കിൽ അതിനേക്കാളും അടിപൊളി. ഇനി ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോളറിനേക്കാണ് വരുന്നത്. സ്ലീവ് നമുക്ക് ചെറിയൊരു സ്ലീവ് ആണ്, ഫുൾ ഓവറോൾ ഇല്ല, മുട്ടുവരിക്കുള്ളൂ. അതുപോലെ തന്നെ സ്ട്രേറ്റ് ഫിറ്റില് പാന്റ് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട്. സെയിം പ്രിന്റിൽ തന്നെ. ആക്ച്വലി പാന്റ് അല്ല, ഒരു സെമി പലാസോ ആ ഒരു രീതിയിലാണ് കേട്ടോ വരുന്നത്. ഓവറോൾ ലുക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് ലൂസ് ഉണ്ട്, അത്യാവശ്യം ലൂസ് ഉണ്ട്. ഈ വശം നോക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ ഈ സൈഡ് നോക്കുമ്പോൾ കുറച്ച് നന്നായി ലൂസ് ഉണ്ട്. അതൊന്ന് ഓൾട്ടർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അടിപൊളി. ഇനി മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ ഇത് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ. അപ്പോൾ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന
റയോൺ മെറ്റീരിയൽ, വിസ്കോസ് റയോൺ മെറ്റീരിയൽ ആണ്. വിസ്കോസ് റയോൺ അല്ല, ഇത് ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ്. പ്യുവർ കോട്ടൺ ഒന്നും പറയണില്ല, മിക്സ്ഡ് കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത്. ഇനി ഇതില് ഷെയ്ഡ്സ് ഒരു 4-5 ഷെയ്ഡ് ഉണ്ട്. 4-5 ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ പിങ്കില് വൈറ്റ് സെയിം അത് തന്നെയായിരിക്കും. ഈ ലാവൻഡർ ഷെയ്ഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതിൽ പിങ്ക് വരുന്നുണ്ട്. അങ്ങനെ പല പല ഷെയ്ഡുകൾ വരുന്നുണ്ട്. ഇനി റേറ്റ് ഇപ്പം സെയിലുള്ളത് കൊണ്ട് ജസ്റ്റ് 469 റുപ്പീസിനാണ് ഈ ഒരു 2 പീസ് കളക്ഷൻ കിട്ടുന്നത്. ലാർജ് ആണ് കേട്ടോ സൈസ്. ഇതാ വീണ്ടും ഗോസ്രിക്കി ബ്രാൻഡ്. ഇതാണെങ്കിൽ 3 പീസ് ആണ് കേട്ടോ വരുന്നത്. അതും ലൈറ്റ് ഷെയ്ഡിൽ, ലൈറ്റ് ലെവൻഡർ ഷെയ്ഡിൽ. ഇതും ഉടുക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. വിസ്കോസ് റയോൺ മെറ്റീരിയൽ. ഇതിന്റെ കളർ, ഇതിന്റെ ആ ഒരു വർക്ക്, സിംപ്ലിസിറ്റി എന്നൊക്കെ പറഞ്ഞില്ലേ, ഒരു ഫംഗ്ഷന് യൂസ് ചെയ്യാൻ പറ്റും, എന്നാൽ ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷൻ കൂടിയാണ് ഇത് വരുന്നത്. ഇനി ടോപ്പിനെ കുറിച്ച് പറയാം. ടോപ്പ് വരുന്നത് നമുക്ക് യോക്ക് പോർഷനിൽ എ ലൈൻ ആണ് കേട്ടോ ഇത് വരുന്നത്. എ ലൈൻ അല്ല, ശരിക്കും ഒരു അനാർക്കലി. ഇത് എന്ത് പാറ്റേണാണ് പറയാമെന്ന് എനിക്കറിയാം. പക്ഷെ ഈ ഒരു പാറ്റേൺ ഇപ്പോൾ ഇത്തിരി ട്രെൻഡ് കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു പാറ്റേൺ. അതുപോലെ തന്നെ യോക്കിൽ എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഫ്ലീറ്റിന്റെ ഡീറ്റെയിലിംഗ് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 3/4 ആണ് സ്ലീവ് വരുന്നത്. പിന്നെ ഇതിന്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള ഒരു പാൻറ്, സെമി പലാസോ ആണ് കേട്ടോ. ചെറുതായിട്ട് ഒരു ലേസിന്റെ ഡീറ്റെയിലിംഗ് കൂടി ഇതിന്റെ കൂടെ പോയിട്ടുണ്ട് പാൻറിന്റെ അടിവശത്ത്. പിന്നെ അഫ്കോഴ്സ് 3 പീസ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടെ ഒരു ദുപ്പട്ടയും കൂടി ഉണ്ട് കേട്ടോ. ദുപ്പട്ട വരുമ്പോൾ ജോർജറ്റിന്റെ മെറ്റീരിയൽ, അതിൽ ചെറിയ ഇങ്ങനെ സ്റ്റോൺ വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ടയും നല്ല മെറ്റീരിയൽ ആട്ടോ. അപ്പോൾ ഗോസ്രിക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ മൈൻഡിലൊക്കെ ഭയങ്കര ഇങ്ങനെ ക്വാളിറ്റി ഇല്ല അങ്ങനത്തെ ആ ഒരു മൈൻഡായിരുന്നു. പക്ഷെ ഇത് കിട്ടിയപ്പോൾ ആ ഒരു മൈൻഡൊക്കെ പോയിട്ട് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മെറ്റീരിയൽ വൈസ് ആയാലും അതിൻ്റെ റേറ്റ് വൈസ് ആയാലും. ഇപ്പം സെയിലുള്ളത് കൊണ്ട് എനിക്ക് ഒരു 600 ആ ഒരു റേഞ്ചിന് കിട്ടി. അതും 3 പീസ് ആണെന്നും കൂടി ആലോചിക്കണം കേട്ടോ. അപ്പോൾ സൈസ് അറിയണ്ടേ, ഞാൻ വെയർ ചെയ്ത സൈസ് ലാർജ് ആണ്. എനിക്ക് പെർഫെക്റ്റ് ആണ് കേട്ടോ. ഇത്തിരി ലൂസും ഇല്ല, കുറവില്ല. ഈ ഒരു സ്റ്റൈൽ എനിക്ക് ഇഷ്ടമായി കേട്ടോ. ലാർജ് ആണ് സൈസ്. യെസ്, കളക്ഷൻസ് ഒക്കെ ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും ഒരു ബ്രാൻഡിന്റെ തന്നെ നമ്മളിങ്ങനെ പിക്ക് ചെയ്ത് അതും അഫോർഡബിൾ റേഞ്ചിലുള്ളത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമന്റ് സെക്ഷനിൽ പറയാൻ മറക്കണ്ട. ഇനി ഇതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞ ഒരു ഒറ്റ ലിങ്കും അതുപോലെ തന്നെ സെപ്പറേറ്റ് ലിങ്കും കൊടുത്തിട്ടുണ്ട്. ഏതിൽ കുത്തിയാലും ഡയറക്റ്റ് പോണത് ആമസോൺ സൈറ്റിലേക്ക്. പിന്നെ അവിടുന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തുവാണെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ്. ഇപ്പൊ ഞാൻ കാണിച്ച കുർത്തി തന്നെ ഇല്ല, ഇപ്പൊ ഇതൊരു കുർത്തി നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആമസോണിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ സജഷൻ ആയിട്ട് കുറേ കുർത്തീസ് ഇങ്ങനെ വരും. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് ഏത് വേണമെങ്കിലും നമുക്ക് പിക്ക് ചെയ്യാവുന്നതാണ്. സെയിൽ മറക്കണ്ട, ഓഗസ്റ്റ് 6 വരേക്കാണ് കേട്ടോ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അതും ഗ്രേറ്റ് ഫ്രീഡം സെയിൽ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.